ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ പേജ് 35-36 35-36 ആക്ടിവിറ്റീസാണ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. അതിലെ ലാസ്റ്റ് ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസിൽ ട്രയാങ്കിൾ ഈസ് 120 ഡിഗ്രി. വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? ഒരു ഐസോസിൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അതർ ടു ആംഗിൾസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. അതിൽ ഐസോസിൽ ട്രയാങ്കിൾസ് എത്രയാണ്? ഐസോസിൽ ട്രയാങ്കിൾ 120 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അതർ ടു ആംഗിൾസ് ആണ്. അപ്പോൾ അതർ ടു ആംഗിൾസ് നമ്മൾ എങ്ങനെ കാണും? അതർ ടു ആംഗിൾസ് കാണാൻ നമുക്ക് മൊത്തത്തിൽ 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ അതർ ടു ആംഗിൾസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 180 ഡിഗ്രിയിൽ നിന്ന് 120 ഡിഗ്രി മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി ഐസോസിൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതായത് രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് ആംഗിൾസ് കൂടിയതാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് ആംഗിൾ എത്രയായിരിക്കും? അത് കാണാൻ നമ്മൾ 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് രണ്ട് ആംഗിളാണ് 60. അപ്പോൾ ഒരു ആംഗിൾ എത്ര എന്ന് വേണം? നമ്മൾ 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 30 ഡിഗ്രി കിട്ടി. അപ്പോൾ ആൻസർ എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The picture shows a triangle drawn by joining the center of a circle and 2 points on the circle. Calculate the other 2 angles of the triangle. ഇനി ഇവിടെ കണ്ടല്ലോ, ഈ ട്രയാങ്കിളിൻ്റെ ഒന്ന് 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇനി ഇപ്പുറവും ഉള്ള രണ്ട് ട്രയാങ്കിളിൽ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നറിയാം ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്ന് നമുക്ക് പറയാം ഇതിനെ. ഇതെല്ലാം കൂടി എത്രയാണ്? 180 ഡിഗ്രിയാണ്. സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രീസാണ്. അപ്പോൾ ഇതിൽ 60 ഡിഗ്രിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ 60 ഡിഗ്രി ബാക്കിയുള്ള ആംഗിൾസാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആംഗിൾ എ ആണ് ഇത്, ബി സി. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും എത്രയായിരിക്കും? അതായത് 180 നിന്നും നമ്മൾ 180 ഡിഗ്രിയിൽ നിന്നും നമ്മൾ 60 ഡിഗ്രി നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 120 ഡിഗ്രി കിട്ടി. ഈ 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ആംഗിൾസ് കൂടിയിട്ടാണ്. അതായത് എ ബിയും സിയും കൂടിയിട്ടുള്ളതാണ് 120 ഡിഗ്രി. അപ്പോൾ ഐസോസിൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 120 ഡിഗ്രി ബൈ 2 ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഓക്കെ, കാൽക്കുലേറ്റ് അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും? ഇതുമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതും 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 60 60 60 എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. The picture shows the triangle drawn by joining 3 points on a circle. 2 of the angles formed by joining these points to the center of the circle are also given. ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ. കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഗ്രീൻ ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ. അത് ഈ സെൻറ്ററിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം ഇതിങ്ങനെയാണ്, സർക്കിളാണ് ഷേപ്പുള്ളത്. അപ്പോൾ നമ്മൾ 7th ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു സർക്കിളിൽ എത്രയായിരിക്കും ആംഗിൾസ്? സം ഓഫ് ദി ആംഗിൾസ് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. എ ബി സി. ഈ സെൻറ്ററിനെ നമുക്ക് ഒ എന്നും പേര് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് എത്രയാണ്? ഈ ആംഗിൾ ബി ഒ സി ആണ് നമ്മൾ കാണേണ്ടത്. ആംഗിൾ ബി ഒ സി ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആംഗിൾ ബി ഒ സി കാണാൻ എന്താ ചെയ്യേണ്ടത്? 360 മൈനസ് 110 പ്ലസ് 120. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് കാണാൻ നമ്മൾ ഈ 110നെയും 120നെയും ആഡ് ചെയ്തിട്ട് അത് 360 മൈനസ് ചെയ്താൽ മതി. അതായത് 110 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഒ സി. ഇതാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ? ഇതും ഈ ആംഗിൾ ബി ഒ സിയും കൂടിയിട്ടാണ് എന്ത് 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് 360 മൈനസ് 110 പ്ലസ് 120 ഡിഗ്രി. ഓക്കെ, 360 മൈനസ് 110ഉം 120ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 230 കിട്ടും. 360 ഡിഗ്രി മൈനസ് 230, അപ്പോൾ എത്ര കിട്ടുക? 130 ഡിഗ്രി. അപ്പോൾ തേർഡ് ആംഗിൾ എത്രയായിരിക്കും? അതായത് ആംഗിൾ ബി ഒ സി എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ലാർജ് ഗ്രീൻ ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ. ലാർജ് ഗ്രീൻ ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഇതാ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കണ്ടല്ലോ. ഇതാണ് നമ്മളിനി ഇതിലുള്ള ആംഗിൾസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതിന് പേര് കൊടുക്കുക. എ ബി സി നമ്മൾ കൊടുത്തു. സെൻറ്ററിലുള്ള പോയിൻറ്റിന് നമ്മൾ ഓയൊന്നും കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ? ഇതൊരു ട്രയാങ്കിളാണ്. ആദ്യം നമുക്ക് ഇതെടുക്കുക. ഇതൊരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗം എത്രയാണ്? 110 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 110 ഡിഗ്രിയാണ് ഇത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എത്രയായിരിക്കും? ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? എല്ലാം കൂടി എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ ഒ ഇതൊക്കെ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 110 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആംഗിൾ, അതായത് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി എ. ഓക്കെ, ഒ ബി എ, ആംഗിൾ ഒ ബി എ. ഓക്കെ, ഇത് രണ്ടും എത്രയായിരിക്കും? 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. അതായത് 110 ഇവിടെ ഉണ്ട്. അപ്പോൾ 180 നിന്ന് 110 കുറച്ചാൽ എത്ര ഉണ്ടാവും? 70 ഡിഗ്രി. ഈ 70 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിൾസും കൂടി കൂടിയതാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നിനെ കാണണമെങ്കിൽ, അതായത് ആംഗിൾ ഒ എ ബി മാത്രം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 70 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 35 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ആംഗിൾസിൻ്റെ നമുക്ക് കിട്ടിയല്ലേ? ഓക്കെ, അപ്പോൾ 35 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആംഗിൾ ഒ എ ബി, ആംഗിൾ ഒ ബി എ എത്രയാണ്? 35 ഡിഗ്രിയാണ്. ഓക്കെ, എ ബി സി ഒ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഒരു ആംഗിൾ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ആംഗിൾ നമുക്ക് നോക്കാം. അതേപോലെ ഇതും വേറൊരു ആംഗിളാണല്ലേ? ഒരു ട്രയാങ്കിളാണ്. ഇത് 180 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇത് 180 ഡിഗ്രിയാണ്. നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഒ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആംഗിൾ ഒ എ സി. ഒ എ സി. ഓക്കെ, ആംഗിൾ ഒ എ സി. അതേപോലെ ആംഗിൾ ഒ സി എ. ഇത് രണ്ടും എത്ര എന്നാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ചെയ്തു നോക്കാം. എ ബി സി നമ്മൾ നെയിമിങ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ആംഗിൾ ഒ എ സി, ആംഗിൾ ഒ എ സി, ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞതിൻ്റെ ഒ എ സി, അതായത് ഈ ഒരു ആംഗിൾ ഒ എ സി, അതേപോലെ തന്നെ ആംഗിൾ ഒ എ സി, അത് ഈ ആംഗിൾ എ, അതേപോലെ തന്നെ ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ സി എ എന്ന് പറയുന്നത് ഒ സി എ, ഈ ആംഗിളും. ഓക്കെ, അതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഒ എ സി പ്ലസ് ഒ സി എ, അതായത് 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. 180 ഡിഗ്രി നിങ്ങൾക്ക് എവിടെ നിന്നൊന്ന് മനസ്സിലായല്ലോ. സം ഓഫ് ദി ആംഗിൾസ് എത്രയായിരിക്കും? 180 ആയിരിക്കും. അവിടെ കൊടുത്തിട്ടുള്ള 120 ആണ്. അത് നമ്മൾ 120 മൈനസ് ചെയ്തു, അത് 60 ഡിഗ്രി ആയി. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ ആണ് 60 ഡിഗ്രി. ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എ, അതായത് രണ്ടിൻ്റെയും ആംഗിൾസ് ഒന്നായിരിക്കും. അപ്പോൾ 60 ഡിഗ്രി ബൈ 2 ദാറ്റ് ഈസ് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ അതും നമ്മളത് റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിൾസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 110ഉം 120 ആയിട്ടുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 130 ഡിഗ്രി എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് അത് വെച്ച് ചെയ്യാം. അപ്പോൾ 130 ഡിഗ്രി ആണെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 130 എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ് അല്ലേ? ഇനി ഇത് ഏതെങ്കിലും ഒന്നാണ്. നമ്മൾ രണ്ടിൻ്റെയും ആംഗിൾസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്താണ് 50നെ പകുതിയാക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 ഡിഗ്രി കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 130, അങ്ങനെയാണ് നമുക്ക് 50 ഡിഗ്രി കിട്ടിയത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ആംഗിൾസിൻ്റെ മെഷർമെൻറ്റാണ് 50 ഡിഗ്രി. അതിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇനിയാണ് നമ്മൾ ഈ എ ബി സി ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. ഈ എ എത്ര, ഈ ബി എത്ര, ഈ സി എത്ര ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ ഒ എ ബിയും ഒ എ സിയും കൂടിയാണ്. ആംഗിൾ എ എന്ന് പറയുന്നത് നമ്മൾ ആംഗിൾ, നമുക്കിവിടെ എഴുതാം, ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ എ സി ആണ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഒന്ന് 35 ഡിഗ്രിയും ഒന്ന് 30 ഡിഗ്രിയും ആണ്. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ആംഗിൾ ബി ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ഒ ബി എയും അതേപോലെ തന്നെ ആംഗിൾ ഒ ബി സിയും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒ ബി എ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 35 ഡിഗ്രിയാണ്. ഒ ബി സി എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ്. 35ഉം 25ഉം 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ആംഗിൾ സി ആണ്. ആംഗിൾ സി നമ്മളെങ്ങനെ കാണും? ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ഒ സി എയും അതേപോലെ തന്നെ ആംഗിൾ ഒ സി ബിയും കൂടി ചേർന്നതാണ്. അതായത് 30 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടും? 55 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതാണ്. ഒന്നുകൂടി ഒന്ന് വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ നമുക്ക് ഉള്ള എല്ലാ ആംഗിൾസും കിട്ടി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊക്കെ പേര് കൊടുക്കണം, എന്നാലേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ABC എന്ന് പേര് കൊടുത്തു. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ഇവിടെ 65 ഡിഗ്രിയാണ്. 65 ഡിഗ്രിയാണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ആംഗിൾ സി എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിനാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗ്രീൻ ലൈനിലുള്ള ആംഗിളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അടുത്തത് നമുക്ക് പറഞ്ഞത് ഇതിൻ്റെ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏരിയ കാണാൻ എന്താണ്, ഒരു പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കുക അല്ലേ, കറക്റ്റ്. നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, കറക്റ്റ്. ഓക്കെ, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് രണ്ട് ട്രയാങ്കിളായി മാറി അല്ലേ. ഇതിൽ ആംഗിൾ ABC എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐസോസിൽ ഡയഗ്രാമാണ്, ഒരു ഐസോസിൽസ് ആണ്. 5 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നമുക്ക് ഐസോസിൽസ് ട്രയാങ്കിളാണ്. ഓക്കെ, AB = AC ആണ്. അപ്പോൾ എത്രയാണ്, AB = AC എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ BC എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അവിടെ നമ്മൾ എന്താ വരച്ചത്, ഒരു പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായി, ഒരു ആംഗിളും കൂടി കിട്ടി, 2 റൈറ്റ് ആംഗിൾ കൂടി കിട്ടി അല്ലേ. അപ്പോൾ അത് എന്താണ്, ഒന്ന് നമ്മൾ പേര് കൊടുക്കുക ABC. ഒന്ന് എന്താണ്, ആംഗിൾ ADBയും അതേപോലെ തന്നെ ADCയും. ഇതിന് D എന്ന് പേര്, ADB ADC. അങ്ങനെ നമുക്ക് 2 ട്രയാങ്കിളും കിട്ടി. ഓക്കെ, ഇത്രയാണ് ഇതിൽ നടന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഏരിയ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചതാണ്. റൈറ്റ് ആംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം. നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇപ്പോൾ ആംഗിൾ ADB എന്ന് പറയുന്നത്, അതായത് ADB എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, ADB എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട്, അത് നമ്മൾ പഠിച്ചതാണ്. AD = എന്തായിരിക്കും, അതായത് AD = എന്തായിരിക്കും, √AD = √5² - 4² അല്ലേ. 5² എന്ന് പറയുന്നത് ഏതാണ്, ഇത്. 4² എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ 8 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ലൈനിനെ സമമായിട്ട് പാർട്ടീഷൻ ചെയ്തു, അതായത് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പോൾ അത് 4 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ 5² - 4². 5² എന്ന് പറയുന്നത് എത്രയാണ്, 25 ആണ്. 4² എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. 25 നിന്ന് 16 പോയാൽ നമുക്ക് എത്ര കിട്ടുക, 9 കിട്ടുക അല്ലേ. 9 കിട്ടുക. അപ്പോൾ √9. √9 എന്ന് പറയുന്നത് എത്രയാണ്, √9 എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി, 3 സെൻറ്റിമീറ്റർ. അതായത് ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടിയ ഈ ഏരിയ എങ്ങനെ കാണാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ½ BH അല്ലേ, ½ BH നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/2 × B × H അല്ലേ. അപ്പോൾ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 1/2 × B × H. ഇവിടെ 1/2 നമ്മൾ ചെയ്തു. B എന്ന് പറയുന്നത് എത്രയാണ്, B എന്ന് പറയുന്നത് ബേസാണ്. ബേസ് എന്ന് പറയുന്നത് ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്. 1/2 × 8 × എത്രയാണ്, 3 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ 1/2 × 8 × 3. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 8 3 24. 24/2 എത്രയാണ്, 12. 24/2 12² സെൻറ്റിമീറ്റർ. നമ്മുടെ ആൻസർ എത്രയാണ്, 12² സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആയി. ഓക്കെ, അപ്പം നമ്മൾ 5² - 4² ചെയ്തു. √. അപ്പം 25 - 16 √5
അപ്പോൾ റൂട്ട് ഓഫ് 25 16 മൈനസ് ചെയ്തപ്പോൾ 9 കിട്ടി. റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് 3. അപ്പോൾ 3 കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത് 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് നമ്മൾ ചെയ്തത്. 1/2 ഇൻറ്റു ബി എന്ന് പറയുന്ന ബേസാണ്. അപ്പോൾ മൊത്തത്തിൽ എടുക്കണം 8 ഇൻറ്റു എച്ച് നമുക്ക് നേരത്തെ കിട്ടി 3 ആണ്. അപ്പോൾ നമ്മൾ 8 3 24/2 ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇനി വേറെ ഒന്നുകൂടി ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിന് പേര് കൊടുക്കണം. എ ബി സി എന്ന് നമ്മൾ പേര് കൊടുത്തു. ഒരു പെർപെൻഡിക്കുലർ ലൈനും വരച്ചു. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ ബേസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ 6 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഓക്കെ, 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. റൂട്ട് ഓഫ്, ഇനി റൂട്ട് ഓഫ് 25 9 മൈനസ് ചെയ്താൽ 16 ആണ്. ഓക്കെ, റൂട്ട് ഓഫ് 60 എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഏരിയ ആണ്. ഏരിയ കാണാൻ നമ്മൾ എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്കറിയാം. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ, 1/2 ഇൻറ്റു ബി നമ്മൾ ബേസ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എച്ച് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 ഇൻറ്റു 4 24/4/2 ദാറ്റ് ഈസ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. വളരെ എളുപ്പമാണ്, കൺഫ്യൂഷൻ ആവാനുള്ള പ്രശ്നമൊന്നുമില്ല. കാരണം ആദ്യം നമ്മൾ ഇതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ 8 സെൻറ്റിമീറ്റർ ആയിരുന്നു. അത് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചപ്പോൾ 4 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 5 സ്ക്വയർ, അതായത് ഈ ഒരു ഭാഗത്തുള്ള സൈഡും അതേപോലെ ബേസിൽ നിന്ന് മൈനസ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഹൈറ്റ് കിട്ടിയത്. അത് വെച്ചിട്ട് നമ്മൾ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് നമ്മൾ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.